ഹലോ മൈ ഫ്രണ്ട്സ്, നിറം ആർട്ട് ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് സാപ്പ് ഗ്രീൻ എന്നുള്ള ഒരു നിറത്തെക്കുറിച്ചാണ്. സാപ്പ് ഗ്രീൻ, അതായത് സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നത് മരങ്ങൾക്ക് പച്ച നിറം കൊടുക്കാനും അതുപോലെ മലകൾ വരയ്ക്കാനും അതുപോലെ തന്നെയുള്ള ഇലകൾക്ക് നിറം കൊടുക്കാനുമൊക്കെയാണ് സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ മിക്സ് ചെയ്യാം എന്നാണ്. വിരിഡിയൻ ഹ്യൂ എന്ന് പറയുന്ന ഒരു കളറ്, അതുപോലെ തന്നെ കാംബോജ് ഹ്യൂ എന്ന് പറയുന്ന ഒരു കളറ്, അതുപോലെ കോൾബൾട്ട് ബ്ലൂ ഹ്യൂ എന്ന് പറയുന്ന ഒരു കളറ്, അതുപോലെ ബറണ്ട് സൈന, ഇങ്ങനെയുള്ള 4 കളറുകൾ വെച്ചാണ് ഞാൻ സാപ്പ് ഗ്രീൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, സാപ്പ് ഗ്രീൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബ്ലൂ കളർ എടുത്തു. ഇതിനകത്ത് ക്യാമലിൻ്റെ വാട്ടർ കളറാണ്, ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. 056 കോബൾട്ട് ബ്ലൂ ഹ്യൂ എന്ന് പറയുന്ന ഒരു നീല നിറമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു നിറം എടുക്കുന്നു, കാംബോജ് ഹ്യൂ എന്ന് പറയുന്ന ഒരു ഡീപ്പ് യെല്ലോ 153, ഇതും ഞാൻ എടുക്കുന്നു. അതുപോലെ 031 ബറണ്ട് സൈന എന്ന് പറയുന്ന ഒരു കളർ എടുക്കുന്നു, ബ്രൗൺ നിറമുള്ള ബറണ്ട് സൈന. അതുപോലെ വിരിഡിയൻ ഹ്യൂ എന്ന് പറയുന്ന ഒരു നീല കലർന്ന പച്ച നിറം എടുക്കുന്നു. ഈ 4 കളറുകളാണ് സാപ്പ് ഗ്രീൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അല്പം യെല്ലോ എടുത്ത് മിക്സ് ചെയ്യാണ്. അതുപോലെ വിരിഡിയൻ ഗ്രീനും കുറച്ച് മിക്സ് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ലെമൺ ഗ്രീൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ലെമൺ ഗ്രീന്. ഇനി അതിലേക്ക് അല്പം കോബൾട്ട് ബ്ലൂ എടുത്ത് മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഏകദേശം കുറച്ച് സാപ്പ് ഗ്രീൻ ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് ബറണ്ട് സൈൻ എന്ന് പറയുന്ന ബ്രൗൺ നിറം മിക്സ് ചെയ്യാണ്. അല്പം യെല്ലോ എടുത്തിട്ട് ബറണ്ട് സൈന ആ ഒരു ബ്രൗൺ നിറം മിക്സ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നത് മലകൾ വരയ്ക്കാനും ഇലകൾ വരയ്ക്കാനും അതുപോലെ വെജിറ്റബിൾ വസ്തുക്കൾ വരയ്ക്കാനൊക്കെയാണ് ഈ ഒരു സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. അതായത് ഒരു പ്രകൃതി തനിയായ പച്ച എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ കാണാൻ കഴിയും നിങ്ങൾക്ക്, സാപ്പ് ഗ്രീൻ എന്ന ഒരു നിറത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നിറം മറ്റൊരു പേപ്പറിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എത്രമാത്രം ഇത് ശരിയായിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ചിത്രം വരെ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഓർക്കുക, മരങ്ങൾ വരയ്ക്കാനും അതുപോലെ തന്നെ മറ്റ് നേരത്തെ പറഞ്ഞ വസ്തുക്കൾ വരയ്ക്കാനൊക്കെ ഈ സാപ്പ് ഗ്രീനാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു നിറം മറ്റൊരു പേപ്പറിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എത്രമാത്രം അത് ശരിയായിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാൻ പുതിയ പേപ്പർ എടുത്തു, അതിലേക്ക് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യാണ്, നിറം കൊടുത്തു നോക്കുകയാണ്. ഇപ്പോൾ കണ്ടാലറിയാം, നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന അതേ ഒരു ഒറിജിനാലിറ്റി ഗ്രീൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നു, സാപ്പ് ഗ്രീൻ. ഓക്കെ, ഇത് വെച്ച് ഒരു ചിത്രം വരയ്ക്കുകയാണ് ഞാൻ, സിമ്പിളായൊരു ചിത്രം. ഒരു ഗ്രീൻ ചില്ലിയാണ് വരയ്ക്കുന്നത്. അതിനു വേണ്ടി പേപ്പർ എടുത്തു, സ്കെച്ച് ഇട്ടിട്ടില്ല, ഞാനതിൽ എൻ്റെ ഒരു ഐഡിയ വെച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഒത്തിരി കുറവുകളുണ്ടാകും, ക്ഷമിക്കുക. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഷെയ്ഡ് കൊടുത്തു. ഇപ്പോൾ സാപ്പ് ഗ്രീൻ്റെ ലൈറ്റ് സാപ്പ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ 3 ടോണുകളാണ് ഉപയോഗിക്കുക പൊതുവെ. ഒന്ന് ഹാർഡ്, മിഡിൽ, സോഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു നിറത്തിൻ്റെ 3 കളറുകൾ. ഇപ്പോൾ ഗ്രീൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റായുള്ള കളറ് എന്ന് വെച്ചാൽ നല്ലൊരു വൈറ്റ് കലർന്ന സോഫ്റ്റായുള്ള കളറ് ലൈറ്റ് ഗ്രീന്. അതുപോലെ തന്നെ അതിനേക്കാൾ ഒന്നുകൂടെ അല്പം കട്ടി കൂടിയ ഗ്രീന് അതിന് മിഡിൽ ഗ്രീൻ എന്ന് പറയും. അതിനേക്കാൾ അല്പം കൂടിയ കട്ടി കൂടിയ ഗ്രീനിന് ഹാർഡ് ഗ്രീൻ എന്ന് പറയും. അങ്ങനെ 3 ടോണുകൾ വെച്ചാണ് വാട്ടർ കളർ ചെയ്യുക. ഇവിടെ ഇതാ ഞാനൊരു ഗ്രീൻ ചില്ലി ചിത്രം വരയ്ക്കുകയാണ്, ഒരു പച്ചമുളക് വരയ്ക്കുകയാണ്. ഓക്കെ, ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഹാർഡ്, മിഡിൽ, സോഫ്റ്റ് ആ ഒരു കാര്യം വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, ഇവിടെ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ചിത്രമാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും.
ആദ്യമായിട്ട് ചിത്രം വര പഠിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ആദ്യമായിട്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ ആരാണോ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രാരംഭത്തിൽ ചെറിയ ചെറിയ വസ്തുക്കൾ വരച്ച് വാട്ടർ കളർ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കളറുകൾ വെച്ച് ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സാപ്പ് ഗ്രീൻ എന്ന ആ ഒരു കളർ വെച്ചാണ് ഈ ഒരു പടം വരയ്ക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രകൃതിയിൽ ഒത്തിരി നിറങ്ങളുണ്ട്. അതിൽ പ്രകൃതിപരമായ ആ ടോണുകൾ അല്ലെങ്കിൽ മരത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലെ പച്ച നിറമുള്ള അതിൻ്റെ റിയൽ കളർ കിട്ടുവാൻ വേണ്ടി ഈ സാപ്പ് ഗ്രീനാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനൊന്ന് വരച്ചു. അതിൻ്റെ അപ്പുറത്ത് ഒരു ചിത്രം കൊണ്ട് ഞാൻ വരയ്ക്കുകയാണ്. ഞാനതിനകത്ത് സ്കെച്ച് ഇടുന്നില്ല, ഞാൻ എൻ്റെ ഭാവനയിൽ തന്നെ പെയിൻറ്റ് ഉപയോഗിച്ച് ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ മുകളിൽ വരച്ചു തുടങ്ങി. നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആ ഒരു ക്രമീകരണത്തിലാണ് വരച്ചിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വെച്ചാൽ 3 നിറങ്ങൾ ചേരും ഒരു ചിത്രം വരയ്ക്കുമ്പോൾ. അതിന് പറയുന്ന പേര് ഹാർഡ്, മിഡിൽ, സോഫ്റ്റ് ആണ് ലൈറ്റിങ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വരച്ച ചിത്രം കാണാൻ കഴിയും നിങ്ങൾക്ക്. ലൈറ്റായ ഭാഗമുണ്ട്, അതിനേക്കാൾ അല്പം കൂടെ ഹാർഡായ ഭാഗമുണ്ട്, അതിനേക്കാൾ അല്പം കൂടെ ഹാർഡായ ഭാഗമുണ്ട്. അങ്ങനെ 3 പശ്ചാത്തലത്തിൽ 3 നിറങ്ങൾ വെച്ചാണ്, ഒരു നിറം തന്നെ 3 നിറങ്ങൾ വെച്ചാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഡ്രോയിങ് പഠിക്കുന്ന കുട്ടികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ ലൈക്ക്. അതുകൊണ്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക. ചിത്രം വരയ്ക്കുന്ന സുഹൃത്തുക്കൾക്കറിയാം ഒത്തിരി പ്രയാസമുണ്ടാകും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ, ചിത്രം വരയ്ക്കാൻ. അതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നേക്കാളധികമായി വരയ്ക്കുന്ന സുഹൃത്തുക്കളുണ്ട്. എൻ്റെ വരയിൽ ഒത്തിരി പോരായ്മ കാണും, ക്ഷമിക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഈ ഒരു വർക്ക് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് വരയ്ക്കണം. ഡീറ്റെയിൽസ് ഞാൻ വരയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വരയ്ക്കുകയാണ്. ഇപ്പോൾ എടുത്തിരിക്കുന്ന സാപ്പ് ഗ്രീൻ്റെ ഹാർഡ് ഗ്രീൻ എടുത്ത് ഈ ചിത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ഇമേജ്, അതിൻ്റെ ഡീറ്റെയിൽസ് വരയ്ക്കുകയാണ്. ഒരു ചിത്രത്തെ ഭംഗി കൂട്ടുന്നത് അല്ലെങ്കിൽ ചിത്രം മനോഹരമാക്കുന്നത് അതിനകത്തുള്ള ഡീറ്റെയിൽസുകൾ വരയ്ക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ഒരു ചിത്രമായി മാറുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് വരയ്ക്കുമ്പോഴാണ്. ചില കലാകാരന്മാരൊക്കെ 6 മാസം, 3 മാസം, 2 മാസമൊക്കെ എടുത്ത് വരച്ച ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. അതൊക്കെ അത്രമാത്രം സമയം ചെലവിട്ട് വരച്ചത് കൊണ്ടാണ്, ശ്രദ്ധിച്ച് വരയ്ക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രം ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം ഡീറ്റെയിൽസും ഇമേജും നോക്കി വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കൊക്കെ നല്ല ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. ഇവിടെ ഞാനൊരു ഗ്രീൻ ചില്ലി, ഒരു പച്ചമുളകാണ് വരച്ചത്. അതത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞാൻ സാപ്പ് ഗ്രീൻ എന്ന ആ കളറിനെ കുറിച്ച് ഒരു വിവരണം തരാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ വരച്ചത്. ഓക്കെ, എന്നേക്കാളധികമായി വരയ്ക്കുന്ന യൂട്യൂബിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എൻ്റെ ഈ വരയിൽ ഒത്തിരി കുറവുണ്ടാവും, ക്ഷമിക്കുക. പോരായ്മകളുണ്ടാകും, ക്ഷമിക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുന്നു, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് അടുത്ത വീഡിയോ ചെയ്യുവാനുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വരച്ചു. ഇനി ഒന്നുകൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമ്മൾ എത്രമാത്രം അതിൽ ഡീറ്റെയിൽസ് കൂട്ടുന്നു അത്രമാത്രം ചിത്രത്തിന് ഭംഗി വർദ്ധിക്കും. അതുകൊണ്ട് ഇതൊരു സിമ്പിൾ ചിത്രമായതുകൊണ്ട് പെട്ടെന്ന് നിറം കൊടുത്ത് വിടുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഫിനിഷ് ചെയ്ത ചിത്രം നിങ്ങളെ കാണിക്കാം. ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്കും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.